ഹലോ ഫ്രണ്ട്സ്, KN19 ശ്രീതു ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇന്നലെ നടന്ന വീക്കെൻഡ് എപ്പിസോഡ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് മറ്റൊന്നുമല്ല, ഒന്ന് അനുമോളുടെ വിഷയം, രണ്ട് ജിസേലിന്റെ വിഷയം. മോഹൻലാലിനെ പറ്റി പറയുകയാണെങ്കിൽ പലപ്പോഴും ആളും തരം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ശരിക്കും ഒരു സ്റ്റാൻഡിൽ നിൽക്കാതെ പലർക്കും പല നിയമം, പലർക്കും അവിടെ പലത് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാര്യത്തിലോട്ട് കിടക്കാം. അനുമോളുടെ വിഷയം മറ്റൊന്നുമല്ല, ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും മോഹൻലാൽ അനുമോളെ ഫയർ ചെയ്യുന്നത്. ഇത് മറ്റൊന്നുമല്ല കേസ്, ജിസയിലും ആര്യനും ഉമ്മ വച്ച കേസാണ്. ഈ ഒരു കാര്യം വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനോടും അനുമോൾ പറയുന്നത് കണ്ടു എന്ന് തന്നെയാണ്. അദ്ദേഹത്തിനോടും കണ്ടു എന്ന് പറയുകയും കൂടാതെ നമ്മുടെ പബ്ലിക് ആയിട്ടുള്ള ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ കണ്ടു എന്ന് പറഞ്ഞ് ആ അനുമോളിന് കള്ളം പറയേണ്ട ആവശ്യമില്ല. ഒരിക്കലും ആ കുട്ടി കണ്ട കാര്യമാണ് കണ്ടു എന്ന് പറയുന്നത്. പക്ഷെ മോഹൻലാൽ അവിടെ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് നാണമുണ്ടോടി എന്ന്. ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി നാണമുണ്ടോടി എന്ന് ഇങ്ങനെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് ചോദിക്കുന്ന താങ്കൾക്ക് നാണമുണ്ടോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കാരണം ഒരിക്കലും ഒരു രീതിയിൽ താങ്കൾ എങ്ങനെയാണോ നല്ല ഫേമസ് ആയിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ അനുമോളും എല്ലാവർക്കും ഒത്തിരി ഫാൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടിയാണ് അനുമോൾ എന്ന് പറയുന്നത്. ആ ഒരു കുട്ടിയുടെ നാണമുണ്ട് എന്ന് ചോദിക്കാൻ താങ്കൾക്ക് എന്ത് അധികാരമാണുള്ളത്? ഒരു ഷോയുടെ പേരിൽ കുറച്ച് പേരെ കൊണ്ടുവന്ന് റൂമിൽ അടച്ചിടുന്നു, പിന്നെ അതിൽ കുറച്ച് ഗെയിം കാര്യങ്ങൾ കൊണ്ടിടുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്നും കണ്ടിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ടിട്ടും കണ്ണടച്ച് മിണ്ടാതെ നടക്കുന്നവരെ പറയുന്നത് വേറെ. നിങ്ങളൊക്കെ ചുമ്മായാണ് കയറി വന്നത്, മറ്റൊരാളുടെ ചാൻസ് ആണ് നഷ്ടപ്പെടുത്തി, അങ്ങനെ കുറെ. എന്നാൽ പിന്നെ ഇതിൽ പറഞ്ഞാലും കുറ്റമാണ്, പറഞ്ഞില്ല എങ്കിലും കുറ്റമാണ്. അനുമോളെ സംബന്ധിച്ച് ഈ ഒരു കാര്യം അനുമോൾ കണ്ട കാര്യം തന്നെയാണ് വ്യക്തമായിട്ട് പറയുന്നത്. ഈ ഒരു എപ്പിസോഡിലും അനുമോൾ വീണ്ടും പറയുന്നത് ഞാൻ കണ്ടു. അപ്പം മോഹൻലാൽ പറയുന്നുണ്ട് ഇത്രയും ക്യാമറ ഉണ്ട്, ഈ ക്യാമറയ്ക്ക് എന്താ ഇവരുടെ ബെഡിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചരിച്ചാണ് വച്ചിരിക്കുന്നത്. അനുമോൾ പറയുന്നുണ്ട് എൻ്റെ ബെഡ് ഒരു അല്പം പൊക്കം കൂടുതലാണ്, എൻ്റെ ബെഡിൽ നോക്കിയാൽ കറക്റ്റായിട്ട് അവരുടെ ബെഡിൽ എന്താണ് നടക്കുന്നത് എന്ന് കാണാം. അങ്ങനെയാണെങ്കിൽ ഒരു ക്യാമറ കൊണ്ട് ഈ പറഞ്ഞ പോലെ അനുമോളുടെ ബെഡിൻ്റെ അവിടെ വച്ച് നോക്കട്ടെ. ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആര്യനും ജിസയിലും എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഈ പറയുന്ന എല്ലാവരും പറയുന്നുണ്ട് അനുമോളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആര്യനും ജിസയിലും ചുമ്മാ വെറുതെ ഇങ്ങനെ ബെഡ്ഷീറ്റ് മൂടിയിരുന്നു എന്നൊക്കെയാണ്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. കൂടാതെ അതല്ലാതെ മറ്റൊരു വീഡിയോ ക്ലിപ്പ് കൂടെ ഉണ്ട്. അത് രണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഒന്ന് ഷെയർ ചെയ്യാം. അതോടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഭവാനി ഒന്ന് മനസ്സിലാൽ ഈ കലവറ നമുക്കൊരു മണിയറിയാക്കാം. പോയെ പോയെ, എന്റെ കിറ്റ് എവിടെ? നീ എന്റെ കിറ്റ് എടുത്തോ? സത്യം പറയണ, എന്റെ കിറ്റ് എടുത്തോ? നീ എന്റെ കിറ്റ് എടുത്തോ ഞാൻ ചോദിച്ചത്. ആര് നിന്നോട് ഞാൻ ചോദിക്കുന്നത്? എന്റെ കിറ്റ് എടുത്താ? അല്ല, എന്റെ സംശയം ബിഗ് ബോസ് തന്നെയല്ലേ ഈ ഒരു വീഡിയോ പുറത്തിറക്കിയത്? അന്തസ്സായിട്ട് ഉമ്മ വച്ചെങ്കിൽ ഉമ്മ വച്ചു, ഉമ്മ വച്ചാൽ നിനക്കെന്താ എന്ന് ചോദിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ഇതിനെ ന്യായീകരിക്കാൻ മോഹൻലാലും ചിലപ്പോൾ മോഹൻലാൽ തിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഞാൻ ഇങ്ങനെ വന്ന് നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ ഇല്ല കണ്ടില്ല എന്നെങ്ങനെ പറയുമായിരിക്കും എന്ന് വിചാരിച്ച് കാണാം. അതുകൊണ്ടായിരിക്കും വീണ്ടും എടുത്ത് ചോദിച്ചു എന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്. പക്ഷെ അനുമോൾ കണ്ട കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവരും അനുമോളുടെ സൈഡ് തന്നെയാണ് ഒന്ന് ഈ ഒരു കാര്യത്തിൽ. ഓക്കെ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതൊരു ജെന്യുവൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ പറഞ്ഞ മോഹൻലാലിന് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, അവരും ചോദിച്ചാൽ അനുമോൾക്ക് എന്താ, അല്ലെങ്കിൽ അതെന്തിനാ അനുമോൾ അന്വേഷിക്കാൻ പോകുന്നത്? ഇങ്ങനെയൊന്നും ചോദിക്കാതെ വന്ന് ഇന്ന് നാണമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ. നാണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇദ്ദേഹത്തിന് എന്താണ്? ഇവരെയൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ റൂമിൽ പൂട്ടിയിട്ട് ഇങ്ങനത്തെ ഗെയിം കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്ത് അത് കാണുന്നത് കൊണ്ടല്ലേ പറയുന്നത്. നിങ്ങളത് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ഉറപ്പിട്ട് ഈ പറയുന്ന അവർ പറയില്ലല്ലോ. ഞാൻ നോർമലി ദയ അച്ചു എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന വീഡിയോകൾക്ക്
അത് എതിരഭിപ്രായം ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്നലെ ആ കുട്ടി ചെയ്ത വീഡിയോയിൽ അത് ജെന്യുവൻ ആണെന്ന് എനിക്കും തോന്നി. കാരണം ഇതാണ്, ഒരിക്കലും മോഹൻലാൽ വന്നിങ്ങനെ എന്ന് നാണമുണ്ടോ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും മോഹൻലാൽ വന്ന് അനുമോളെ ഫയർ ചെയ്യാറുണ്ട്. ഒരു എപ്പിസോഡിലും അനുമോളെ ഫയർ ചെയ്ത ഒരു വീഡിയോ ഇത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് ഇതിൽ തോന്നുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഇവരെല്ലാവരും ചേർന്ന് കളിക്കുന്ന ഒരു ഒത്തുകളിയാണ്. മറ്റൊന്നല്ല, ഈ അനുമോളെ വിജയിപ്പിക്കണം എന്ന് കരുതിയിട്ട് ഇവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്ത് അനുമോളെ വിഷമിക്കുകയും അതിൻ്റെ പേരിൽ നമ്മളെ കാണുന്ന ജനങ്ങൾ നല്ല രീതിയിൽ വോട്ട് കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 100% ഇത് തന്നെയാണ് സത്യം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് അവർ ട്രൈ ചെയ്യുന്നത്. അതല്ല ചുമ്മാ എപ്പോഴും വന്നിങ്ങനെ അനുമോളെ കുറ്റം പറയുന്നു, അനുമോളെ അങ്ങ് എടുത്ത് അങ്ങ് പൊക്കുന്നു. ഇത് കാണുന്ന നമ്മളൊന്നും അത്ര വലിയ മണ്ടന്മാരൊന്നുമില്ല. അവിടെ വേറെ എത്രയോ കാര്യങ്ങൾ, എത്രയോ തെറ്റ് ചെയ്യുന്നവരുണ്ട്. അതിൽ നമ്മുടെ ജിസേലിനെ നമുക്കൊന്ന് എടുക്കാം. നമുക്ക് ജിസേലിന്റെ കാര്യം ഒന്ന് ചർച്ച ചെയ്യാം. ജിസേലിനെ പറ്റി പറയുകയാണെങ്കിൽ ബിഗ് ബോസിനകത്ത് എന്തൊക്കെ തെമ്മാടിത്തരം കാണിച്ചാലും ഒരു രീതിയിലും ചോദിക്കില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ മോഹൻലാൽ എന്ന് പറയുന്നത്. ഒരു രീതിയിലും ഫയർ ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ജിസേൽ അത് ചെയ്യുന്ന തെറ്റാണ് എന്ന് ഉറച്ച ഒരു സ്റ്റാൻഡിൽ നിന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ജിസേൽ എന്താണ് ഈ ഒരു സബ്ജക്റ്റിൽ പറയാനുള്ളത്? ജിസേൽ പറയാം, ആ ശരി ഇരുന്നോളൂ, ഇത് തന്നെയാണ് അവിടെ ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ജിസേലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒത്തിരി തവണ ബിഗ് ബോസിന്റെ റൂൾ തെറ്റിച്ച ഒരു വ്യക്തിയാണ് ജിസേൽ എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് പണിഷ്മെന്റ് കൊടുത്തു? എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുത്തോ? ഒരിക്കലും ഇല്ല. നമ്മുടെ ഈ പറഞ്ഞ മസ്താനി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അതിൽ കുറച്ച് റൂൾസ് തെറ്റിച്ചുകൊണ്ട് പണിഷ്മെന്റ് കൊടുത്തു. പക്ഷെ അത് കൊടുക്കണം, അത് വേണം, അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മസ്താനിയോട് ഇന്നലെ എങ്ങനെയാണ് ബിഗ് ബോസ് മോഹൻലാൽ സംസാരിച്ചത്? ജിസേലിനോട് എങ്ങനെയാണ് സംസാരിച്ചത്? ഇനി ഈ പറയുന്ന ജിസേലിന്റെ ഹൃദയം എങ്ങാനും പൊട്ടിപ്പോകും എന്ന് വിചാരിച്ചിട്ടാണോ മോഹൻലാൽ ഒന്നും സംസാരിക്കാത്തത്? അതും തിങ്ക് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ ഇനി മലയാളം ബിഗ് ബോസിൽ വന്ന ആ കുട്ടിയുടെ ഹൃദയം പൊട്ടിപ്പോകണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ പലപ്പോഴും പല സ്റ്റാൻഡിൽ നിൽക്കുന്ന മോഹൻലാൽ, പല സ്റ്റാൻഡിൽ നിൽക്കുന്ന ബിഗ് ബോസ്. ഇതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ട്. നിങ്ങളും കാരണം ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ ഓരോ മത്സരാർത്ഥികളെയും എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും പെരുമാറുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. അത് എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ഒരേ നിയമമാണ്, എല്ലാവരും ഒരുപോലെ തന്നെയാണ് കളിക്കുന്നത്. അവിടെ കണ്ട കാര്യങ്ങൾ പറഞ്ഞില്ല എങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു പ്രശ്നം നടക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ആരെങ്കിലും ഒരാൾ അനുമോളെ തന്നെ പറയാം, അനുമോൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് അനുമോൾ എന്താ അതിൽ റിയാക്ട് ചെയ്തത്? അനുമോൾ എന്താണെന്ന് കണ്ടിട്ടൊന്നും പറയാത്തത്? അനുമോൾക്ക് എന്താ അങ്ങനെ എന്താ? ഉറപ്പായിട്ടും അത് ആ ഒരു ക്വസ്റ്റ്യൻ വരും. ഇനി അതിൽ ഇടപെട്ടാലോ? അത് തന്നെ. ഇനി കണ്ട കാര്യം പറഞ്ഞാലോ? അതിനും കുറ്റം. പിന്നെ എന്തിനാണാവോ ഈ പറഞ്ഞ എല്ലാവരെയും കൊണ്ട് അതിൻ്റെ അകത്ത് നിർത്തിയിരിക്കുന്നത്? എന്തായാലും മറ്റൊരു കാര്യം ഞാൻ പറയാം. ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ് കാരണം ഈ അനുമോൾക്ക് വോട്ട് കൂടാനേ ചാൻസ് ഉള്ളൂ. അത് ചിലപ്പോൾ അവരുടെ തന്നെ പ്ലാനിങ് ആയിരിക്കാം കേസ്. എനിക്ക് ശരിക്കും ബിഗ് ബോസ് വീട്ടിൽ നല്ലൊരു പ്ലെയർ ആണ്, നന്നായിട്ട് കളിക്കുന്നു, ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു എന്ന് തോന്നിയത് തീർച്ചയായിട്ടും അനീഷ് തന്നെയാണ്. അനീഷും ഷാനവാസും നല്ലൊരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അനുമോളും നല്ല പ്ലെയർ ആണ്, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. വിന്നർ ആകണം എന്ന് ഞാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ബിഗ് ബോസിന്റെ നല്ല രീതിയിലുള്ള പ്ലാനിങ് സപ്പോർട്ട് അനുമോളിനുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും വന്നിട്ട് അനുമോളെ ഇങ്ങനെ നെഗറ്റീവ് ആക്കി. നെഗറ്റീവ് മീൻസ് അങ്ങനെയല്ല, അവർ വിചാരിക്കുന്നത് നെഗറ്റീവ് മീൻസ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അനുമോൾ നല്ല ഇതാവും, പക്ഷേ പുറത്തുനിന്ന് നല്ല വോട്ട് അവർക്ക് കിട്ടും എന്നുള്ളതാണ്. അത് അവരുടെ ഒരു പ്ലാനിങ് ആണ്. ശരിക്കും ഇതാണ് നടക്കുന്ന റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു സബ്ജക്റ്റുമായിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണോ തീർച്ചയായിട്ടും എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇനിയും കാണാൻ ആഗ്രഹമുണ്ട് എങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.